അപ്പോൾ നമ്മൾ കളിക്കുന്ന ആരുണ്ട്? ഹാർദിക് ദേവി ദ സൂപ്പർമാൻ യോയോ. ഹാർദിക് ദേവി സൂപ്പർമാൻ എന്നല്ല ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന T20 വേൾഡ് കപ്പ് അല്ല, വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്. ഗൈസ് ആദ്യം നമ്മളെ ന്യൂബാണ് കളിക്കാൻ പോകുന്നത്. ഹാർദിക് എന്ന് പറഞ്ഞ ന്യൂബ് നമ്മൾ സ്പിൻ ചെയ്തേക്കാം. എന്ത് കിട്ടും? ന്യൂബിൻ്റെ കൂട്ടുകാരൻ പ്രോയാണ് കളിക്കാൻ പോണേ. ആദ്യം നീയല്ലേ കളിക്കണേ? അനിരുദ്ധ അല്ല അരുണ്ടാ സ്കിപ്പ് ചെയ്യട്ടാ. സ്കിപ്പ് നൗ സ്പിന്നി നൗ ആയിപ്പോയി. ക്വിക്ക് പ്ലേ. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. എവിടെ പാക്കി സ്റ്റാർട്ട് മാച്ച്. അപ്പോൾ നമ്മളെ ന്യൂബ് കളിക്കാൻ പോവുകയാണ് ആദ്യം. നമ്മളെ ന്യൂബ് ഹാർദിക് ഓൺ സ്ട്രൈക്ക്. ഹാർദിക്കിന് ക്രിക്കറ്റ് ഒന്നും കളിക്കാനുള്ള കേസ് പൊട്ടനാണ്. ഓക്കെ, ക്വിക്ക് പ്ലേ. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ജയിക്കോടാ. പാകിസ്ഥാൻ ജയിപ്പിച്ചത് ഇന്ന് ഇടിപ്പിക്കും. ഓക്കെ ബ്രോ, ഫസ്റ്റ് നമുക്ക് ഹെഡ് ടൈൽസ് അല്ല ഹെഡ് ആൻഡ് ഹെഡ് ബാറ്റ്. ഓ, ഇന്ത്യ ആദ്യം ബാറ്റാണ്. ടി ചാദുവോറി ഭയങ്കര നല്ല ബോളറാണ് കേട്ടോ. സൂര്യകുമാർ യാദവ്. ഓ, അത് ബോളറാ, അത് ബോളർ. അയ്യോ സോറി ബ്രോ. ഓക്കെ, നമുക്ക് രോഹിത് ശർമ്മ അല്ല, രോഹൻ ശർമ്മ. എവിടെ രോഹിത് ശർമ്മ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ബാറ്റിംഗ് രോഹിത്. സെക്കൻഡ് ഇവൻ ദേശമുഖ. ബാറ്റ് ഉണ്ട്. തേടില്ല. ആദ്യം രണ്ടുപേരും ആദ്യം ഓപ്പണേഴ്സ്. അപ്പോൾ നമ്മളെ രോഹൻ ശർമ്മ അല്ല ശർമ്മയും ദേശമുഖമാണ് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ദേശമുഖ. ആദ്യം ബാറ്റിംഗ് ആരാണ്ടോ? രോഹൻ ശർമ്മ. രോഹിത് ശർമ്മയല്ലേ? ലോഫ്റ്റ് നിൽക്കണം. ഇതുവരെ കളിക്കാം. മനസ്സിലാവണല്ല. നമ്മളിവിടെ ലോഫ്റ്റ് നെക്കിയിട്ട് അടിച്ച നോ ബോൾ. ഫസ്റ്റ് ആയിരുന്നു നോ ബോൾ. എന്താ ലോഫ്റ്റാ? ഇവിടെ സൈഡിൽ ലോഫ്റ്റോ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇത് റീപ്ലേ ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഗെയിം. നോക്കി പോണേ. സ്കിപ്പ് റീപ്ലേ വേണ്ട എനിക്ക്. ഓക്കെ, ഇവിടെ ലോഫ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്. ലോഫ്റ്റ് അടിച്ചാൽ നമ്മൾ പറത്തി അടിക്കും, അഡ്വാൻസ് അടിച്ചാൽ നമ്മൾ താഴ്ത്തി അടിക്കും. നോ ബോൾ അല്ലേ, പറത്തി അടിച്ചോ? ലോഫ്റ്റ് നെക്കിയിട്ട് അടി. ഞാൻ ലോഫ്റ്റ് നെക്കിയടാ. ബോൾ വരും ഇവിടെ. അങ്ങനെ നീല്ലേ അവിടെ? അത് ബോൾ എറിഞ്ഞാട്ടി മുമ്പ് ലോഫ്റ്റ് വെക്കണം, എന്നിട്ട് അടി. പോണ്ട, പൊങ്ങി ഔട്ടാടോ? കളിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. റൺ ഔട്ടായി. ഔട്ടായി. ദേശമുഖ രോഹന. സ്കിപ്പ് റീപ്ലേ ഓടാ. പാകിസ്ഥാൻ ജയിച്ചോണ്ട് പോകുന്ന ശർമ്മ പോയി. ഇനി കപൂറേ ആര്യൻ ദേശമുഖാണ് ആദ്യം അടിക്കാൻ പോകുന്നത്. ആര്യൻ ദേശമുഖ. ലോഫ്റ്റ് ആടി. ഞാൻ ലോഫ്റ്റ് ഞെക്കി. കളി കാണിച്ചു തരാം. എന്തിനാണ് ചെയ്യേണ്ടത്? കണ്ടസ്റ്റ് അൺഫെയർ ഡെസിഷൻ. നോ, നമ്മൾ പൊട്ടി. എന്തായാലും പൊട്ടി. നമ്മളെ പാകിസ്ഥാൻകാര് നമ്മളെ പാവം ഹർദിക്കിനായിട്ട്. എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, ഞാൻ വലിയ കളിയിൽ സ്കിപ്പ് ചെയ്യാത്ത റീപ്ലേ. ഓ, ഇത് മറ്റേ ഔട്ടല്ല, നോട്ട് ഔട്ടാണോ? പൊട്ടന്മാരാണ് ഇവന്മാര്. നമ്മൾ നോക്കാൻ ഔട്ട്. അതെന്തേ നമ്മൾ ഡിസിഷനെ കൊടുത്തില്ലെന്നും പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ അടിയാം. ജയിലടാ പ്ലീസറാ. ഒന്നും മനസ്സിലാവണ്ട. ആദ്യം ലോഫ്റ്റ് വെക്കണം, അടിച്ച് പറത്തിടണം. എന്താ മോനെ, 6 ആടാ. 6 കയറാൻ പാടണം. ഓക്കെ, 4 ഗേസ് കണ്ടില്ലേ? ഞാൻ വന്ന ഉടൻ തന്നെ ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ മാറ്റി. ഹലോ ഗേസ്, ഞാൻ വീണ്ടും വന്നു. സ്കിപ്പ് നമ്മൾ ഔട്ടായി. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ കളി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ച് തെറിപ്പിക്കാം. അവന്മാർ അയ്യോ. ഓക്കെ ഗൈസ്, അവന്മാർ നമ്മൾ അടിക്കുമെന്ന് പറയണം. ആദ്യം ലോഫ്റ്റ് ഞെക്കുക, പവർ പാർത്തിടുക. അതെന്ത് ക്ലിക്ക് ചെയ്യണം? ക്ലിക്ക് ചെയ്യണോ ബ്രോ? ഇവൻ കൊള്ളൂല ഗൈസ്. അടുത്ത ഓവറായി. എനിക്ക് മനസ്സിലായില്ല കളി. പോടാ.
എടാ റൺ റേറ്റ് 5 ഉള്ളൂ. നീ 5 അടിച്ച് തെറിപ്പിച്ചില്ല കാര്യം. ഈ ബോള് ഫസ്റ്റ് ബോൾ അവൻ തന്നെ, അതായത് തന്നെ അടിച്ചോളാം ബോള്. ഓക്കെ അടിച്ചാൽ ഓക്കെ. ആദ്യം ലോഫ്റ്റ്, ഇനി ഇങ്ങനെ, ഇനി ഇത് വെച്ചിട്ട് ഒറ്റയാടി അടിച്ചു വിടാൻ വേണ്ടി. അത് ഔട്ടിൻ്റെക്കുള്ള ലക്ഷണമാണ്. ഹാർദിക്ക് രൂപ ഈ കളി പറ്റൂല, സ്കിപ്പ് ചെയ്യടാ റീപ്ലേ. വരട്ടെ. ഓക്കെ മോനെ, നമ്മളെ കപ്പൂറും പോയി. ഇതൊന്നും മനസ്സിലാവല്ലേ, ഇതെന്തായാലും വൃത്തിയായിട്ട് കളിയാണത്. പോളാ അവിടെ നല്ല കളിയാണ്. ഇനി അവരും അടിച്ച് കൊല്ലുമെന്നാണ് തോന്നില്ല. അഡ്വാൻസ് ചെയ്യാം. അവിടെ ലോഫ്റ്റിന് അടിക്കുക. ഇത് അഡ്വാൻസ് ലോഫ്റ്റ്. ഫസ്റ്റ് ബോൾ തന്നെ ഒരു ബൗണ്ടറി. അത് ഒരു റൺ എടുത്തു, ഒരു റൺ കിട്ടി. ഒയ്യോ ഇപ്പൊ പൊട്ടിയനെ. 110 അല്ല. എടാ ഇനി നമ്മൾ പാകിസ്ഥാൻകാരെ ജയിപ്പിക്കാൻ വിടല്ലേ. ഇത് പോയി, ഇത് ഔട്ടായി. ഇല്ലടാ ബൗണ്ടറി ഇല്ല, ബൗണ്ടറി ഇല്ല. അവിടെ ഒരു വട്ടം കൂടെ ഓടിക്കോ. കേറിയടാ, 2 റൺ എടുത്ത്. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ ഇക്ബാള് ഓടിയോ, ഒരു വട്ടം ഓടിക്കോ. എത്തി. അത് റണ്ണൗട്ട് ആയ നോക്കാം. ഔട്ടായി അല്ല, റീപ്ലേ നോക്കാം. സ്കിപ്പ് ചെയ്യണ്ട. എന്തൊരു സ്ലോ മോഷൻ ഉണ്ടായത്. അത് 6ൻ്റെ ഒരു ബോളായിരുന്നു നമ്മൾ കണ്ടത്. നമ്മളിപ്പല്ലേ 2 ഓടാൻ പോയി. അയ്യോ അത് പൊട്ടത്തരം കേട്ടോ, അത് പൊട്ടത്തരം. ഔട്ട്. നെഹ്റയും പോയി. ഇനി സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ് എപ്പോഴാണ് ബോളറായത്? സൂര്യകുമാർ തന്നെ. ഷാൻ യാദവ് അതാര്? അടിച്ചില്ലടാ. ഷാൻ യാദവ്. നമ്മളെ ഹർദിക്ക് ഞാൻ അടിക്കണ്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ലാസ്റ്റ് ഓവർ ഞാൻ കളിക്കിട്ടാ. കുറച്ച് റണ്ണെങ്കിലും എടുക്കട്ടെ. എന്നാലും നമുക്ക് അവിടെ ബോൾ ചെയ്ത് തോപ്പിക്കാമല്ലോ. ബോൾ ചെയ്ത് തോപ്പിക്കാൻ പറ്റുമല്ലോ. തോപ്പിക്കാൻ പറ്റണം. ബോൾ ചെയ്യാൻ പഠിപ്പിച്ചാൽ മതി. ഞാൻ ബോളിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോളിങ് റിയൽ ലൈഫ് ബോൾ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. സത്യത്തിൽ എനിക്കറിയാം റിയൽ ലൈഫിൽ അറിയില്ല. തോന്നി നമ്മൾ അടുത്ത നീ അഡ്വാൻസ് ഫസ്റ്റ് തന്നെ ഒരു ഔട്ടിലായിട്ട് നമ്മളെ കാഴ്ചകളാണ് അല്ലേ. ഓടിയോ ഔട്ടറാ. എന്തോടാ ഇത് ഫസ്റ്റ് മാച്ച്? എന്തരടാ ഇത് മാച്ച്? ഒട്ടും കൊള്ളൂല. ഇത് സ്കിപ്പ് റീപ്ലേ എന്തായാലും ഔട്ട് തന്നെ. എടാ അവൻ ബോളറല്ലേ, ബോളറിന് കളിക്കാറുണ്ടല്ല. നമ്മൾ പറഞ്ഞു അടുത്ത ടീ ബാസിനല്ല, തന്മായി ബാൻസൽ. അവിടെ കുത്തം പോയി അടിക്കണമല്ലേ. അയ്യോ ഔട്ട്. T20 വേൾഡ് കപ്പ് നമ്മൾ പൊട്ടുമെന്നാണ് തോന്നണം. അടി. അത് പൊട്ടി ഔട്ടായി. അതെന്താ അവന്മാർ ഔട്ടാക്കാത്ത? ഓടിക്കോ. രണ്ടാമത്തോട്ടിനോട് വേണ്ട. റീപ്ലേ നോട്ട്. റോപ്പുണ്ട്. എന്നാലും ആ അമ്പയർ പറഞ്ഞ പിന്നെ ഔട്ടല്ലേ. അയ്യോ മരിച്ചു. ഇനി എസ് കപൂർ, കെ കപൂർ. ഇനി എടുത്ത് എസ് കപൂറാ. ഇനി 2 ബോളും കൂടെ, 2 ബോൾ 2 സിക്സ് ജയിച്ച്. ഞാൻ അടിച്ചു. ലാസ്റ്റ് ബോൾ ഔട്ടാവല്ലേ. ഫുൾ പവർ അടിക്കാം. എന്താ അത് കിടന്ന് കുലുങ്ങിയത്? എടാ സിക്സ്. ലാസ്റ്റ് ബോൾ വീണ്ടും റീപ്ലേയാ? യെസ്. അങ്ങനെ ഇനി എത്ര റൺ വേണം?
18 റണ്ണ് അല്ല 19 റണ്ണ്. 19 റൺ. ടീ ചാതുവോറി എന്ന് പറഞ്ഞാൽ നല്ല ബോളറുണ്ട്. അവൻ ഇറക്കിയവൻ അവനെ തന്നെ ഇറക്കാം. ആദ്യം തന്നെ ടീ ചാതുവോറി അതിനെ അല്ല ഡി റെഡിനെ ഇറക്കാം. ഡി റെഡി ഉള്ളു ചാതുരിനെ ഇറക്കാം. സെക്കൻഡ് അത് തന്നെ നമുക്ക് ടായുമായിരുന്നു. എടാ എങ്ങനെയാടാ അറിയണ? ഞാൻ കാണിച്ചില്ല. ഒരു ട്രയൽ മച്ച് ഏതാണ് അറിയണ്ടേ? റിവേഴ്സിങ് അറിയാം. അതുകൊണ്ട് കറച്ച മഞ്ഞ. അയ്യോ അല്ലോ പെർഫെക്റ്റ്. ഈ റെഡായ നോ ബോളാവേ. ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ഒച്ച എറിയണ എങ്ങനെ? തനിയെ അറിഞ്ഞോളൂ. ഇതെന്തറിയോ ഒരു പൊട്ടക്കളിയാ. പാകിസ്ഥാൻ ഏതറിയണം? റിവേഴ്സിൻ്റെ അല്ല. നിനക്ക് ഇഷ്ടമുള്ള അറിഞ്ഞോ? ഇതിനകത്ത് ആ പച്ചരടിച്ചാൽ നമ്മൾ നോർമലാവും. എടാ റെഡിൽ അറിയാതെ പോലും ആയി പോവല്ലേ. എടി ഇതിപ്പോൾ എവിടെ നിൽക്കാൻ? റെഗുലർ എറിഞ്ഞാ പോലെ ഇത് മാറ്റണോ? വൈഡാവും. ഇവന്മാരൊന്നും കളിക്കണല്ലടാ. കട്ട രൂപടാ. നമുക്ക് അങ്ങനെ ഇത് എളുപ്പം. പിന്നെ നമുക്ക് സ്ലോ ബോൾ അറിയാം. ലോ ബോൾ അവന്മാർ എന്തായാലും പൊട്ടും. റെഗുലർ അല്ല, മറ്റേത് പൊട്ടായിരിക്കും. എടാ അവിടെ പറഞ്ഞ LBW ആവും ചിലപ്പോൾ. പാകിസ്ഥാൻ നമ്മൾ ജയിക്കുമെന്നാണ് എനിക്ക് എടാ നമ്മൾ ലെഗ് കട്ടർ റെഗുലർ ആയി. റെഗുലറായില്ലോ. അയ്യോ എടാ കറച്ച് അവിടെ കൊണ്ടുപോയി. എടാ അത് LBW ആവും എന്നാണ് തോന്നണത്. ശരി എടാ അവനിപ്പോൾ റണ്ണെടുക്കും. എടാ കറച്ച് പച്ച ഡയറക്റ്റ് തുറ കുഴപ്പമില്ല. ഔട്ടാക്കില്ല. അയ്യോ 6 വയസ്സ് ആടി. നോബോൾ. നോബോൾ ഞാൻ എന്തായാലും ഔട്ടാവും. അത് റണ്ണെടുക്കല്ലേ. റണ്ണെടുത്താൽ നമ്മൾ ചത്ത്. റണ്ണെടുത്തടാ നോബോള്. എടാ എന്താ ഇവൻ്റെ എറി. നോബോള്. ഈ നോബോൾ നേരെ നോക്കട്ടാ. ഏറ്റവും വലിയ ഇത് എറിയണം. ശരി ആക്സ് അറിയപ്പില്ലാത്ത കള. സ്കിപ്പ് ഏതൊരു ഇതിനും സ്ട്രൈറ്റ് അറിയാം. സ്ട്രൈറ്റ് അവനെ കൊണ്ട് താങ്ങൂല. ഇവിടെ കൊണ്ട് ബൗൺസ് ആകാം. അത് പാടായിരിക്കും അല്ലേ. എടാ അത് ഔട്ടായാലും അവിടെ കടിച്ച് ക്യാച്ച് പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഔട്ടാ എവിടത്തെ ഔട്ട് ക്യാച്ച് ചെയ്യില്ലേ? നോ ബോൾ ക്യാച്ചായി ഔട്ടാണ്. അവിടെ സ്ട്രൈറ്റ് അടി എന്നാൽ പിന്നെ ഔട്ടാവുമല്ലോ. അവന്മാർ താങ്ങൂല. അവിടെ അതിന് ലാബോൾ അറിയും. ലാബോൾ നൈസാവണം. അടി റെഗുലർ നോ ബോളാവില്ല. കറക്റ്റ് അവിടെ കൊണ്ടൊരു ബൗൺസ് അടിപ്പിക്കുക. റെഗുലർ ആയതുകൊണ്ട് ചിലപ്പോൾ ബൗൺസ് എന്തോടാ എന്താടാ ഇത്? അടാ എനിക്ക് ഡയറക്റ്റ് ഹിറ്റ്. അതെന്താ സംഭവിക്കണേ? കറക്റ്റ് സെമിപ്പിക്കുള്ളൂ. ഓക്കെ അടുത്ത ഓവർ. നമുക്കിനി ഓരോരോ ഓവർ വെച്ച് കളിക്കാം. ഒരു കളി നീ ഒരു കളിയാ. ഓക്കെ എടാ അവന്മാർക്ക് എത്ര റണ്ണ്? 5 റണ്ണ്. റൺ റേറ്റ് 5 ഉണ്ട്. എടാ നമുക്ക് ഈ റിക്കോർഡ് 7 റൺ റേറ്റാണ്. റിക്കോർഡ് എന്ന് പറഞ്ഞാൽ 7 റൺ റേറ്റാണ് വേണ്ടത്. കിട്ടിയ ജയിക്കും. അടുത്ത ടീ ചതുവറി. ഇവ നല്ലതാണ്. ഗൂഗിളി പറഞ്ഞാൽ ഗൂഗിളി താഴ്ത്തി ഓ നോബോളായില്ലേ. കഷ്ടപ്പെട്ട് ഗൂഗിൾ എന്തായാലും മനസ്സിലായ സ്പിന്നു പോലെ പോവും. ഫ്ലിപ്പർ അവൻ താങ്ങണ്ട. അയ്യോ ഇതെന്തറ ഇത്? വൈഡാവില്ലേ? ഇടാതെ വൈഡാവും. അയ്യോ വൈഡല്ല. വൈഡായില്ല. വൈഡാ. ഞാൻ വൈഡ് ഞാൻ അറിയാം. ഇതെന്തിരി ഓപ്പൺ ഫീൽഡ് നല്ല ചേട്ടാ. ഇതെടുക്കാം. എന്തിനാണെന്തോ റെഗുലർ മിക്കവാറും ഔട്ടാവും. ഔട്ടായാലും ഒന്നും ഇല്ലല്ലോ. എന്ത് നോ ബോൾ അല്ലേ? വൈഡ്
എടാ ഇവന്മാർ 6 സ്പിന്നറിയാം. ടോപ്പ് സ്പിൻ എന്താ പറഞ്ഞൂടാ. ഇതെന്താ അവിടെ അത്രയും പവറൊന്നും എറിയണ്ട. അത് പവറൊന്നും അല്ല. ഇത് കറച്ച് കിട്ടിയില്ല. ഹാർദിക്ക് വൈഡാവൽ നേരത്തെ പോലെ. ഇത് എന്ത് ഒരു ഔട്ട് അടിച്ചില്ലടാ. ഡയറക്റ്റ് ത്രോ. എടാ അഹമ്മദ് സ്പിൻ അറിഞ്ഞു കൊടുക്കാവന്. സെയിൻ മാലിക് നമുക്കില്ലേ അവൻ്റെ കാലിലൂടെ നോക്കി അറിയണം. എന്ത് അയ്യോ അവന്മാർ റണ്ണെടുത്തോടി. എടാ എനിക്ക് ഇവിടുത്തെ ഫീൽഡറാ ഇവന്മാർ. ഡയറക്റ്റ് ത്രോ. നമുക്ക് ഈ ഫീൽഡ് ചേഞ്ച് ചെയ്യാം. നോട്ട് ഔട്ട്. അത് 2 റൺ എടുത്തോ. എടാ എത്ര റണ്ണായി? എത്ര റണ്ണ്? 9. 9. ഓപ്പൺ ഫീൽഡ് 2 എറിയോ? ഓപ്പൺ ഫീൽഡ് 2 എറിഞ്ഞേ. ഗൂഗിൾ ചെയ്യാൻ അറി. എന്താ പെർഫെക്റ്റ് ആവാത്ത ഒരു ബൗൺസ് ആക്കി ഇവിടെ. ഓ ടീച്ചർ ഔട്ട് ആക്കിയടാ. ഇതല്ലേ ഞാൻ പറഞ്ഞ നമ്മൾ പ്രോ. എടാ സ്കിപ്പ് ചെയ്യണ്ട നമുക്കിത് കാണാം. ഞാൻ ഔട്ടൊന്നും ആവത്തില്ലത് കണ്ടടാ. ഫീൽഡ് വാച്ച് ചെയ്യുമ്പോ തന്നെ ഇനി ഗൂൾഗി എടാ ഗൂളുകി എന്തോന്ന് ഗൂഗിളി പിസ്. എടാ അങ്ങനെ എറിയണ്ട. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. കറക്റ്ററിന് അത് മിക്കവാറും ഔട്ടാവുന്ന ഇവൻ ഹാർട്ട് ട്രിക്ക് അടി. എടാ 9 റിക്കേഡ് 10 ഇവര് 4.5 റൺ 4.50 കുറഞ്ഞാടാ വീണ്ടും. ഇത് ഈ കളി നമ്മളെ ഈ പറഞ്ഞാൽ അറിയട്ടാ. ഇനി ആരുണ്ട്? കപ്പൂറല്ലേ തോച്ചവൻ. നമുക്ക് തോച്ചവനെ കൊണ്ട് എറിയിപ്പിക്കാം. ദൂസറയാ. ഓ പെർഫെക്റ്റ്. ജസ്റ്റ് മിസ്സടാ. അഭിനന്ദി. ഇവന്മാരെന്തരടി. എടാ ഔട്ടാവടാ. റീപ്ലേ നോക്ക്. അവനെ നോക്കാം. നമുക്ക് അത് ഔട്ട് തന്നെ. നൈസ് ഔട്ട്രാ. അത് ഔട്ട് തന്നെ. അത് വേറെ കേസ്. അപ്പ് പൊട്ടൻ ഡ്രൈവ് അവിടുത്തെ ഡൈവ് ചെയ്തത് ഈ ബഷീറാ. അടുത്ത നമ്മളെ ബഷീറാണ്. അങ്ങ് എറിയ. അടുത്ത ഔട്ടാവണേ പാക്ക്. വീണ്ടും അത് അടുത്ത ഔട്ട്. അയ്യോ ഡൂസറ ശരിയായില്ല. നീ ഓഫ് സ്പിൻ അറിയോ? അടിയാ. ഓ ഇതെന്ത് ഞങ്ങ ഇവിടെ വച്ചടിക്കും കൊടുക്കാം. ചിലപ്പോൾ അത് ഔട്ടാവും. അത് വൈഡല്ലേ? ആ മിസ് ചെയ്ത് കൊടുത്തടാ. എടാ അവ അത് മിസ് ചെയ്തടാ. ഇല്ലായിരുന്നു വൈഡ് കിട്ടൂല. ലൂസർ അറിയാം വൈഡിൽ തന്നെ. ഇങ്ങനെ അറിഞ്ഞാ അറിയാ. ഞാനും അങ്ങനെ അടുത്തത് അങ്ങനെ അറിയാം. ഞാനും ഇനി 10 റണ്ണ് 2 വിക്കറ്റ് ഗൈസ്. അവിടെ തന്നെ അറിഞ്ഞോ? ആ റണ്ണെടുത്തിരുന്നെങ്കിൽ ഔട്ടായി. ഫ്ലിപ്പർ ഫുള്ളോട്. അയ്യോ അത് വൈഡായി പോലെ. ഇല്ല വൈഡല്ല. അടിച്ചത് അവന്മാരടിച്ച്. ഞാൻ അറിയട്ടാ. നീ ബോളും കൂടാ. ആടാ ലാ ബോള് റെഗുലർ. എന്തായാലും അവന്മാർ നോക്കി. ഇനി അവന്മാർ ജയിക്കാൻ ഒരു വഴിയില്ല. ഒരു 6 അടിച്ചാലും ജയിക്കത്തില്ല. ജയിച്ചറാ. ഇന്ത്യ 8 റൺസ്. നെക്സ്റ്റ് കളി. അയ്യോ
വെയിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. ഓ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് കളിയിലോട്ട് പോകണേ. ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഗായ്സ്. ഇത് വീഡിയോ കുറേ നേരം പോകും കേട്ടോ. അങ്ങനെ ഗൈസ് ഇത് കുറച്ചുണ്ട്. നമ്മൾ കളിക്കണ്ട, നമ്മൾ ചാവണ വരെ ഒന്ന് കളിക്കും. ചാവണ എപ്പോൾ കളി ഇറക്കിയും ചോദിച്ചാൽ പോരാടാ. നൈറ്റാണ് നമ്മൾ എത്തണമെങ്കിലോ? അപ്പീസ് വേൾഡ് നൈറ്റാണ് നമ്മൾ എത്തണമെങ്കിലോ? നൈറ്റൊന്നും അല്ല നമ്മൾ എത്തുന്നത്. ചിലപ്പോൾ നൈറ്റിലാണ്. നമുക്ക് വേറൊരു വീട് പണിയണം. നമുക്ക് ഡൂ മാസ്റ്ററിൻ്റെ വീട് ഞങ്ങൾ കേട്ടാ. നമ്മളെ കടലിൻ്റെ ഇടയ്ക്കൊരു വീട് പറ്റുമോ? കുറേ ഗ്ലാസ് വേണം. ഗ്ലാസ് ഒന്നും വേണ്ട, നമുക്ക് അല്ലാതെ ചുമ്മാ വയ്ക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന? നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊന്നും വെച്ചൂലടാ. കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ നടുക്കിൽ ഒരു അടിയിലേക്കൊരു വീട്, ഒരു അടിപൊളി വീട് നമ്മൾ വയ്ക്കും. അതേ നൈസ്. ബോളിപ്പിക്കാൻ വേണം എന്തോന്ന് അണ്ണൻ. എന്തോന്ന് യൂസ് ഹേ ബേസ് ടു ബ്രീഡ് ലാംസാ? ലാമൻ മറ്റേ എന്താ ഏവനോ? ഇതെന്താ പറഞ്ഞാൽ ഇത് ലോഡ് ആവാത്ത ഒട്ടും ലോഡാണല്ലോ നമ്മുടെ മൈൻക്രാഫ്റ്റ്. അഴിക്ക ക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് ഇൻറ്റു അഴിക്ക ക്രാഫ്റ്റ് ടിക്ക്. പെട്ടെന്ന് വാ ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു വന്ന് സ്ക്രീൻ റെക്കോർഡ് ജസ്റ്റ് പോയാണ് ഗൈസ്. റെക്കോർഡ് ചെയ്യാൻ ടാഡ്പോളാ സോറി ഗൈസ്. നമ്മൾക്ക് റെക്കോർഡ് ജസ്റ്റ് ഒന്ന് ഓഫായി പോയി. പോസ്റ്റ് ചെയ്യണതിന് വരും. ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഒന്ന് പോസ് ചെയ്തപ്പോൾ തന്നെ എല്ലാം വന്നത്. അപ്പോൾ ഈ റെക്കോർഡിൻ്റെ പ്രശ്നമായിരിക്കും. ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതിനാ വില്ലേജിലൊരു വീട് കട്ടെടുത്താണ്. ഇതെന്താ നല്ല മഴ. നമുക്ക് കിടന്നു നമുക്ക് ഇതാണ്ട് ഇത് ഇത് തണ്ടർ സ്റ്റോമിൻ്റെ അല്ലേ? ഒന്നും ഉണ്ടാക്കരുത് ഗൈസ്. അപ്പം നമുക്ക് ഇതൊക്കെ എടുത്ത് കൈ വയ്ക്കണം. കാരണം അവൻ്റെ ഇതിനകത്തൊന്നുമില്ലല്ലേ ഗൈസ്. ഇവിടെ നിന്നാണ് ഇവിടെ നമ്മളിനി വിരമിക്കാൻ പോകുന്നത്. കോപ്പർ സ്പിയറാ. നീ എന്തിനാ പിന്നെ സ്പിയർ എടുത്ത് വെച്ച്? ഇതിനകത്ത് കുറേ ഉണ്ടോ. എല്ലാം എനിക്ക് മണ്ണിലോട്ട് കഴിച്ചാൽ നമുക്ക് ഈ വീടിന് വേണ്ട. നമ്മളിത് പുതിയ എല്ലാം ഇരിക്കട്ടോ. ആ ഡയമണ്ട് 3 ഇത് കണ്ടോ, ഡയമണ്ട് 3 കൊണ്ട് കഴിച്ചു. അതെങ്ങനെയാ കിട്ടിയ? വില്ലേജ് ജസ്റ്റ് ഇത് മോഷ്ടിച്ച. ഇതും കൂടെ എടുത്ത് വെച്ചോ. നമുക്ക് പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ കിട്ടും. ഈ അയണിങ് കൊണ്ടൊക്കെ കുറേ ടോർച്ച് ഒന്നേ ഉള്ളൂ ഓടാ. പിന്നെന്തെടുത്ത് കൈ പൊട്ടിക്കണം. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നെ കൊണ്ട് പൊട്ടിക്കണം. അത് ഇനി ചെസ്റ്റ് ആവശ്യമില്ല. എല്ലാം കൊണ്ട് നമ്മളെ വീട്ടിൽ വയ്ക്കണം. ശരിയാണല്ലേ. നമ്മളെ വീട്ടിൽ നമ്മൾ ഇത് ക്രാഫ്റ്റിംഗ് ടേബിളോട് ഇനി പൊട്ടിക്കേണ്ട. അത് ഒറ്റയ്ക്കേ ഉള്ളൂ പരസ്യം. എവിടെ അത് കിട്ടി? നമുക്ക് ഇതിൻ്റെ പുറത്ത് വരുന്ന ചെസ് പിടിക്കാം. എടാ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഗ്ലാസ് എടുത്തോണ്ട് പോയേട്ടാ. ഗ്ലാസ് അടാ പൊട്ടുകൂടാ ഗ്ലാസ്. പൊട്ടും പക്ഷെ വേറെ അവിടെ പോകും. അത് നമുക്ക് കിട്ടൂല. വാങ്ങിക്കോട്ടെ. അതന്നെ. ആ ഡോർ എടുത്തോ. നമുക്കിതൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്താണ് ഇങ്ങോട്ട്. ഇങ്ങോട്ടിട്. നമുക്കൊരു കാര്യം ഉണ്ടാക്കണം. സ്റ്റോൺ പിക്കേഴ്സ് വേണം. ലയൺ ഇത് മതി. ഇതുണ്ട്. ഇത് രണ്ടും കിട്ടുന്ന വഴി എനിക്കറിയാം. മരപ്പെട്ടിയാ പോരെ? മരം കിട്ടണം. നമ്മളെ വീടും ചെയ്ത് തന്നെ വെക്കാം. അതിങ്ങോട്ട് ഇടണ സാധനം. കിട്ടി. ഒരെണ്ണം കിട്ടി. ഈ വീട് എങ്ങനെയാണ് ഇത്രയും പൊട്ടിയത്? ഒരു ക്രീപ്പർ എൻ്റെ അടുത്തോട്ട് പൊട്ടിയതാണ്. അപ്പം ഞാൻ ഇവിടെ ഇത് നമ്മളെ സാധനം ബെഡാ. അതൊക്കെ ഇവിടെ ഉണ്ടാകും. നമുക്ക് എടുക്കണ്ടല്ലോ. നമുക്ക് ആവശ്യത്തിലധികം ബെഡുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കോ അവിടെ ഞാൻ നിനക്ക് വീട് ഉണ്ടാക്കുമ്പോൾ തരാം പോരെ? ചുമ്മാടാ. ഒരു ഫർണസ് വേണ്ടേ? ഇവിടെ ഇടി വെട്ടണോ? ഗെയിമിൽ ഇടി വെട്ടണേടാ. ഫർണസ് എവിടെ? നിക്കണം ഞാൻ ഒന്ന് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ആ സ്റ്റിക്ക് നല്ല. അയ്യോ കുഴപ്പമില്ല. നമുക്ക് അത് വേറെ വെട്ടിയെടുത്താൽ പോരെ? ഓക്കെ ഗൈസ്. എവിടെ സ്റ്റിക്ക് എവിടെ? സ്റ്റിക്ക് എവിടെ? സ്റ്റിക്ക് 4 സ്റ്റിക്ക്. നമുക്ക് സ്റ്റിക്ക് ഉണ്ടല്ലോ. 4 സ്റ്റിക്ക് ഉണ്ട്. 4 സ്റ്റിക്ക് മതിയാടെ. നോക്കട്ടെ. മതി 2 മതി. 2 മതിയില്ല.
ഏ രണ്ടെണ്ണം മതി വേണ്ട. ഇനി രണ്ടെണ്ണം ഇതും കൂടെ വേണം. ലീഡ് നിനക്കെന്തിനു ലീഡ്? ഇതെടുത്ത് പൊട്ടിക്ക്. ഈ വേണ്ട ലീഡെങ്കിൽ ലീഡ് നാളെ ആകൂടാ പൊട്ടിക്ക്. പേടി പൊട്ടണുണ്ടല്ലോ. ശരിയാണല്ലേ, ഇത് ഓക്കെ Okay, പ്ലാൻ ആയിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു കല്ലായിരിക്കും നീ പൊട്ടാൻ പോണെ. 3 കോബിൾ സ്റ്റോൺ ഇരിപ്പുണ്ട്. കോബിൾ സ്റ്റോൺ ചിലപ്പോൾ ആവശ്യം വരും. അത് ഉടമ്പിക്കാസ് കൊണ്ട് പൊട്ടിച്ചാലേ പൊട്ടൂ. അത് കണ്ട് അവിടെ മാഗ്മ പറഞ്ഞ അങ്ങനെ ഇവിടുത്തെ വീട് കുത്തി പൊളിച്ചാണ്. ഞാൻ ഇവിടെ എടാ ഇത് ഫർണസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വേറെ ഫർണസ് ഒന്നും എടുക്കണ്ട, ഒരെണ്ണമായി ഇങ്ങോട്ട്. കമോൺ, രണ്ടെണ്ണം എടുത്ത് വെച്ചോ, ചിലപ്പോൾ ആവശ്യം എല്ലാം എടുത്ത് വയ്ക്കാം. നമ്മളിനി വീട്ടിലോട്ടില്ല ഗൈസ്. എന്നൊന്നും എനിക്ക് ഇവിടെ പറഞ്ഞു പോവാം. ഇങ്ങോട്ട് ഈ വീട് കൊള്ളായിരുന്നു ഗൈസ്. ഇത് വില്ലേജിന്റെ വീട്. ടോർച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? എല്ലാം പൊട്ടിച്ചെടുക്കാൻ പറ്റും. ടോർച്ച് അയ്യോ ഇവിടെ ഇപ്പൊ ഭയങ്കര ഇട്ട്. കമോണ്ടറ മഹേഷ്. അയ്യോ നമുക്ക് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇട്ടിട്ട് പറഞ്ഞാടാ പൊട്ടാതി. സോറി കമോണ്ടറ മഹേഷ്. ഇനിയാണ് കമോൺ. കോളോടെ അവിടെ കോൾ നമുക്ക് വീണ്ടും പിന്നെ വന്ന് പിടിക്കാം. കോളിട്ടാ ഇപ്പൊ പൊട്ടിക്കണ്ട. ഈ ഇതെന്തിറാ? നമുക്കിവിടെ പോകുമ്പോ എല്ലാം അലമ്പിയിട്ട് പോവാം. ലാവയും കൂടെ എടുത്തു പോയി കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ വല്ലതും ചേർത്ത് വയ്ക്കാം. നമ്മൾ എന്തുകൊണ്ടറിയാണ്. നമുക്ക് ഒരു ജസ്റ്റ് കൂടെ എടുത്ത് കൈ പിടിച്ചാലാ. നമുക്ക് ഈ വീട് കാര്യമാക്കാം. നമുക്ക് ഇവിടെ ഇനി വെട്ടമൊന്നും വേണ്ട. ഓരോരുത്തർ അയ്യോ അത് പൊട്ടാ. ആവശ്യം കുറേ ടോർച്ച് വേണം കേട്ടോ നമുക്ക്. അയ്യോ ഗൈസ്, ഈശ്വര അതിപ്പോൾ അവിടെ ലാൻഡ് ആവില്ലല്ലോ. ഇതാണ് എനിക്ക്. ഞാൻ ഇനി വില്ലേജ് വിട്ട് പോകണ്ടാ. കൊള്ളൂല്ലേ വില്ലേജ്? അഴി വില്ലേജ്. കോഴീനെ കുറച്ചു കൊല്ലടാ. ആ കോഴീന് പാവം കോഴി കരയും. കൊല്ലണ്ട. ഒരൊറ്റ ഒടുക്കി ചത്ത് കിട്ടിയ ഫുഡ്. നമുക്ക് പശുവിനെ കൊണ്ടല്ല വേണ്ട. എമറാൾഡ് കിട്ടി. ഇവിടെ കടലിരിക്കണേ. നമുക്ക് എല്ലാത്തിനും ഒത്തു എടുക്കാം. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വില്ലേജ് കയറാനും. കണ്ട വില്ലേജ് ഇതാണ്. നൈസ് വില്ലേജ്, പക്ഷെ കൊള്ളൂല. ഒന്നും ഇല്ലല്ലേ. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ഡേർട്ട് എടുക്കണം. ഡേർട്ട് അടി പോണ്ടേ? നീ പോവോ? ഈ ഡേർട്ട് ഇത് ഡേർട്ടല്ല, ഇത് ഡേർട്ടാണ്. അടിച്ച് പൊട്ടിച്ചു നോക്ക്. ഓടെ ഡേർട്ട് തന്നെ. ഞാൻ ഉദ്ദേശിച്ച ക്ലേ ആയിരുന്നു ബ്രോ. എല്ലാം ഇത്രയൊക്കെ ധാരാളം. ഇനി നമ്മളെ ടെസ്റ്റ് ഇട്. ഇതൊക്കെ ഉണ്ടോ നമ്മളെ? ഇതെട്. കമോൺ. ഇനി നമുക്ക് എവിടെ വയ്ക്കാം? ഇവിടെ ഇങ്ങനെ വച്ചിട്ട് പോവാം. ഇങ്ങനെ അങ്ങോട്ട്. ഇത് എന്തരടെ? ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കാം. അതാണ് നമ്മുടെ പാലം. ഇവിടെ ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങോട്ട്. എന്നിട്ട് ഇവിടെ നിങ്ങോട്ട്. അയ്യോ വെട്ട് 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 വെട്ടി. ഇവിടെ എങ്ങനെ വയ്ക്കാം? ബാറ്ററി പവർ 15. ഗൈസ് മിക്കവാറും ഈ വീഡിയോനെ ഇവിടെ വെച്ച് നമുക്ക് അവിടെ വീട് വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അത് ഇത് വയ്യട ഇവിടെ. അല്ല ഇങ്ങനെ വയ്ക്കാൻ പോകുന്ന അറിഞ്ഞൂടാ. ഈശ്വര. നമുക്ക് ആ എൻട്രൻസ് ഒന്നും വേണ്ട. നമ്മൾ നടന്നു വന്നോളാം. ഇവിടെ നിന്ന് വച്ചപ്പോൾ ആ എൻട്രൻസ് വേണം. നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും ഈസി എൻട്രൻസ് നമ്മൾ നോക്കണ്ട. ആൾക്കാർക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് എടുക്കും. വീട് കാല് വെച്ചിട്ടൊക്കെ ഇല്ലേ. എത്ര പേര് പിടിക്കണോടാ? 01. നമ്മൾ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും വിളിക്കണം. ഓക്കെ ഇവിടെ വയ്ക്കണം. ഇവിടെ വയ്ക്കുക. അല്ല വെയിറ്റ്, കുറച്ചും കൂടെ ഡേറ്റ് പോയി പറഞ്ഞു. ഡേറ്റ് കിട്ടാൻ ഈസി. എത്ര വേണം? നമുക്ക് അൺലിമിറ്റഡ് ഡേറ്റ് എടുക്കാം. ഇവിടെ ഡേർട്ട് ഫാർമിങ്. ഓറ ഫാർമിങ്, നോ ഡേർട്ട് ഫാർമിങ്. സ്കെലറ്റ് ഇവിടെ ഇവിടെ ഉണ്ട്. എടാ ബെഡ് ഇടാ നമ്മള്. എടാ നമ്മള് സാധനങ്ങളൊക്കെ പോകും. ബെഡ് ഇട്. എടാ ബെഡ് എടുത്ത് കൈപ്പിടി. പറഞ്ഞു പറഞ്ഞു സ്കെലറ്റൻ പറഞ്ഞു.
പോടാ. എടാ എന്തൂടെ നമുക്ക് നമ്മൾ സ്ഥലത്തോട്ട് പോവാം. അളിയ വിച്ച്. എടാ എനിക്ക് പേടിയാ. വിട്ടായില്ല. അയ്യോ ഗൈസ് ചത്ത് ചത്ര മോനെ. ഇനി പറഞ്ഞ കാര്യമില്ല. മാറാ. അയ്യോ രക്ഷപ്പെട്ടോ. എടാ അത് മോൺസ്റ്റേഴ്സ് നിയർ ബൈ. എൻ്റെ മോൺസ്റ്റർ എടാ പൊട്ട ഇറക്കി. അയ്യോ ഇപ്പൊ ചത്തടാ. നമുക്ക് മീറ്റ് വല്ലതും ഉണ്ടാ കഴിക്കാൻ. ഇതെന്ത് റോ ചിക്കൻ നമുക്ക് കഴിക്കൂല. നമുക്ക് ഇറങ്ങൂലല്ലേ. ഫർണസ് ഇരിപ്പുണ്ടല്ലോ, എടുത്ത് ചൂടാക്ക്. നമുക്ക് എന്തിനുണ്ട് ചൂടാക്കാൻ? എടുത്തു പോയി, ഞാൻ പറഞ്ഞുതരാം. ഒരു കോബിൾസ് ആണെങ്കിലും എടുത്ത് പറിച്ചുകൂടായിരുന്നാടാ പൊട്ട. ആ ഈ കോബിൾസ് പറിച്ചിട്ട് പിന്നെ എടി മോൺസ്റ്റർ ഇപ്പടി ഇല്ലല്ലോ. എടി ഇത് മാറ്റി കൈ ആക്കടാ. ഇവിടെ ഇതെങ്ങനെ തുറന്ന? ഒരു കോബിൾസ് അവിടെ പറിച്ചടിടാ. നോ ലൈഫ്. എടാ ഒരു കോബിൾ മോൺസ്റ്റർ എവിടാ? എടാ ഒരു കോബിൾസ് ഒരെണ്ണം പറിച്ചെടുത്താ. എന്തിനു വേണ്ട? എടാ നിനക്ക് മറ്റേ തിന്നണ്ടേ? നിന്റെ ലൈഫ് നോക്ക്. ചിക്കൻ നോക്ക്. ചിക്കനല്ലേ ലൈഫ്. മുകളിലത്തെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ കിട്ടി. ഫർണസ് എടുത്ത് ഫർണസ് പറയും. അയ്യയുടെ ഫർണസ് നീനകത്ത് എടുക്കണം. അന്നേരം കഴിക്കണം. നീ റോ ചിക്കൻ എടുത്ത് ഫ്യൂല്. അല്ല റോ ചിക്കൻ എടുത്ത് ഇമ്പോർട്ട്. എവിടെടാ എൻ്റെ ഫ്യൂല്? എവിടെടാ? എടാ പച്ചോടെ ഇതെന്ത് റിയൽ അല്ലാത്ത മൈൻക്രാഫ്റ്റ്. എടാ പോടാ. റിയൽ മൈൻക്രാഫ്റ്റ് ആണ്. അയണെടുത്ത് വെച്ചോക്ക്. എടാ എന്തോടാ ഇത്? ആ ഫൈനലി ലീവ് പെട്ട് വേണ്ട. ലീവ് പെട്ട് വേണ്ട. എന്തിനാ രാവിലെ ആവാത്ത? രാവിലെ ആയേ. അയ്യാ നിന്റെ ഉടൻ ചത്ത്. നിന്റെ ഉടൻ പിക്കാച്ചിന്റെ അവസ്ഥ നോക്ക്. നമുക്കൊരു ഫുഡ് തിന്നടാ. തിന്നെ അതിന് ചക്കിയാ പോരാ. എടാ നിന്റെ ബ്രെഡ് വല്ല ഇരിപ്പുണ്ടോ? ഇങ്ങനെ ബ്രെഡ് വല്ല? ബ്രെഡൊന്നും ഇല്ല. എടാ ഇതും തിരുതാനും തിന്നാമോ? അവിടെ ചിക്കൻ അതെടുത്ത് വെട്ടിയാലല്ലോ റോ ചിക്കൻ അല്ലേ വരൂ. ഓ ഗൈസ് ഫൈനലി ബാക്ക് ടു ലൈഫ്. കോള് പോയി വെട്ടിയറാ അഭിനന്ദേ. ഇതാരി പശുമ്പ അല്ല ആടുമ്പ. വേണ്ട 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 വേണ്ട. പാവം മരിക്കട്ടോ. എടാ നീ ചാടി അടിക്കണം. പെട്ടെന്ന് ചാവും. എൻ്റെ കോബിൾസ്റ്റോൺ എടുത്ത് ഇത് നിന്റെ ലൈഫ് നോക്കടാ. ഓക്കെ പോയി വീണ്ടും ഓക്കെ മതി. ഇവിടെ മതി. നമുക്ക് ഇവിടെ നിന്നൊരു വീട് പണിയണം. എന്തെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അടുത്ത എപ്പിസോഡ് വീട് പണിയാം. ഓക്കെ ഗൈസ് ബൈ ബൈ. ബൈ പറഞ്ഞതിനെക്കാട്ടും മുമ്പ് ഞാൻ കുറേ ഡേർട്ട് എടുത്തിട്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇവിടെ ഡേർട്ട് ഫുള്ള് എടുക്കട്ടാ. ഓക്കെ എടാ നിന്റെ വുഡൻ പിക്കാക്സ് ചത്തടാ. ചാടരുത് ഈ വുഡൻ പിക്കാക്സ്. നമ്മളെ ബെഡ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന അമ്മിണി കുട്ടി. ഓടാ പശുമ്പേ. എടാ അമ്മിണി കുട്ടി ആട്ടടാ. അത് അമ്മിണി കുട്ടി. എന്നെ കടൽ തള്ളിയോടാ പശു. അടക്കടാ. അയ്യോ എന്നെ വുഡൻ പിക്കാക്സ് ചത്തു. ഞാൻ എന്തിനാണ് വുഡൻ പിക്കാക്സ് ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഡയറക്റ്റ് അടിക്കാൻ. ആ കൈ ഒന്ന് മാറ്റി. എടാ നീ എടാ ബെഡ് വെള്ളത്തിൽ പോയി. കിട്ടി. അമ്മ നമുക്ക് വീടിൻ്റെ ബേസ് ഇന്ന് പണിഞ്ഞാലോ? അമ്മിനിക്കുട്ടി. എടാ നീ ആദ്യം എടാ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഈ സാധനത്ത് ലാഭ ഇട്ടാ പോരെ? ഏത്? ഈ റോ ബീഫ്. അല്ലടാ നീ കോള് കണ്ടുപിടി. കോള് കാണിക്കണ്ട. കാര്യം ചെയ്യാം. ഈ ചിക്കൻ്റെ തിന്നാൻ വല്ല പറ്റുമോ? നിന്റെ ലൈഫ് ഹ്യൂമൻസ് അല്ലേ? നമ്മളെ ലൈഫൊന്നും പോയില്ല. ചിക്കൻ ഫുള്ളായി. ഓക്കെടാ നമുക്ക് മാക്സിമം കളച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടേ. നമുക്ക് കുറേ കളിച്ചിട്ട് ബേസ് ഇന്ന് പണിയാം. ഞാൻ പൊട്ടിക്കാം. പെട്ടെന്ന് പിടിച്ചോ. സ്പിയർ വെച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ഏടാ അത് പാടറാ. ഇതെന്താടാ ഈ സ്പാന്ന സ്പിയർ? നേരോട്ട് പൊട്ടിച്ചോ. നിക്കടെ എത്ര ചാർജ്? ഈശ്വര 12.
എടാ നീ അത് പോയി കളക്ട് ചെയ്യുന്ന അല്ലാതെ ചുമ്മാ പൊട്ടിച്ചിട്ടാ പോരാ. പൊട്ടിച്ചിട്ട് കളക്ട് ചെയ്യാടെ ഇതൊക്കെ. എത്ര 17 ഇതുവരെ എടുത്തോളൂ നീ. 17 പോരാ, ഇൻഫിനിറ്റി എണ്ണം വേണം. നമ്മൾ ഡയറക്റ്റുണ്ടാണ് കേസ് നമ്മളെ വീട് പണിയണേ. നമുക്ക് ഓക്ക് പ്ലാൻസ് എടുക്കണം വീട് പണിയണമെങ്കിൽ. അതൊക്കെ എന്താ അപ്പുറത്തെ വീട് ദുബൈ മോഷ്ടിച്ചു. അവിടെ ഓടിപ്പോ അവിടെ പോയി പൊട്ടിടാ. എടി ഇതൊക്കെ ഇടറാ. വെയിറ്റ് ഇപ്പൊ എത്ര ഇതൊക്കെ എടുക്കുക. എടാ 33. ഞാൻ മൈൻഡ് ചെയ്യട്ടാ താഴോട്ട്. എന്താ പിന്നെ എങ്ങനെ കയറി വരാൻ പറ്റൂല. അത് പറ്റുമല്ല, അത് ഇത് തന്നെ വെച്ചേക്ക് വന്നാ പോരെ. എടാ പോടാ, നീ മൈൻഡൊന്നും ചേട്ടാ. ഇത് പൊട്ടിട്ട് ഇത് പൊട്ടീര് നീ ചാടിപ്പോ. ഓക്കെ, ഒരു ഡേറ്റും കിട്ടി, രക്ഷപ്പെടുകയും ചെയ്യും. 37. ഇതെന്തിന് എൻ്റെ അടിയിൽ പോയാൽ കിട്ടിയതാണ്. 38. എടാ നമ്മൾ ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ നീ നേരെ സ്ട്രൈറ്റ് പോകും മൈൻഡ് ചെയ്ത്. അത് മൈനിങ് അല്ല, അത് സ്ട്രൈറ്റിങ് ആണ്. സ്ട്രൈറ്റ് ഫിറ്റ് നമുക്ക് 100 മതി. ഓഫ് മൈൻക്രാഫ്റ്റ് നമ്മൾ ആദ്യമായിട്ടല്ലേ, അല്ല ആദ്യമായിട്ടല്ല ഞാൻ കളിക്കണേ. നീ ആദ്യമായിട്ടാണ്. ഞാനല്ല ഞാൻ പേളുടെ വീട്ടിൽ പോയപ്പോൾ എലേറ്റർ എടുത്തിട്ടുണ്ട്, റോക്കറ്റ് എടുത്തിട്ടുണ്ട്. അല്ല റോക്കറ്റ് വെച്ചല്ലേ എലേറ്റർ വെച്ച് പറക്കണം. റോക്കറ്റ് ഉണ്ട് എന്തായാലും. എന്തെങ്കിലുമൊക്കെ ആവട്ടോ. എടാ 60. ഈ 90 രൂപ എനിക്ക് ബാക്കി 10 ഞാൻ കൊണ്ട് അടിക്കാം. ആണെങ്കിൽ നമുക്ക് 4 ലൈഫ് ചേട്ടാ. ആണെങ്കിൽ സ്റ്റോണ് അതൊന്നും എടാ എങ്ങോട്ട് കൊണ്ട് പോണ. എടേ നമ്മൾ തിരിച്ചിവിടെ എത്തിയോ? ഇത് ഏതൊരു സ്ഥലം? എടാ നമ്മൾ മിക്കവാറും വില്ലേജ് എത്തിക്കണം ഇപ്പോൾ തന്നെ. വില്ലേജ് എത്തി നേരത്തെ. എടാ വെയിറ്റ് ചെയ്യാം, എനിക്കൊരു സാധനം എടുക്കണം. ലൈഫ് എത്രയേ പോയി? ഹാഫല്ലേ പോയി? 64. കുറച്ച് ലൈഫല്ലേ ഇപ്പോൾ ഉള്ളൂ. നമുക്ക് ഈ ഇല പറിച്ചെടുക്കാം. അല്ല ഈ പൂ ഇല എന്തിനീ? എടാ സമയം നീ അത് പൊട്ടിക്കരുത്. ഞാൻ വെച്ചോണ്ട് കളിച്ചാലോ? അങ്ങനെ കളിച്ചു വിട്ര. എന്ത് നമ്മൾ അത് കളിക്കണ്ട അങ്ങനെ. എന്നാലും നമുക്ക് ഇപ്പം നിർത്തി ഈ വീഡിയോ. ഭയങ്കര ലോങ് ആണ് കേസ് വീഡിയോ. ചാർജ് എത്ര നോക്കിയാലോ? 11 നോക്കണം. കണ്ട 16 അല്ല 16 എന്താ ഇത് കളക്ട് ചെയ്യാൻ പറ്റാത്ത എന്തോ പറ്റിയാട്ടോ. ഇവിടെയാണ് കളക്ട് ആവണം. നീ പൊട്ടന് ഞാൻ കളക്ട് ആവും. നീ എല്ലാം പൊട്ടി മതി, ഇത്രയൊക്കെ ധാരാളം. അതിനെ നമുക്ക് ഇത്രയും ഇനി നമുക്ക് ബേസിക്കലി പണി നമ്മൾ പറ്റുക. പൊട്ട ആദ്യം മരം പോയി വെട്ട്. മരം വെട്ടണോ നീ? മരം നിക്കടാ, നമുക്ക് ബേസ് പണിയാണെങ്കിൽ ഇത് മതി. നമുക്ക് നമ്മൾ തട്ടിക്കൂട്ടി പൊയ്ക്കോളാം. അടിത്തറ ഇട്ടില്ല. ഈശ്വരി ഞാൻ അടിത്തറയ്ക്കാരുണ്ടാക്കുന്നു. ഈശ്വടാ പൊങ്ങിപ്പോടാ. ഇവൻ ആരുടെ? സ്റ്റീവാണ്. സ്റ്റീവിൻ്റെ ഇരിക്കും. നോക്കട്ടെ ഇങ്ങനെ നോക്കാം. അയ്യോ സോറി, ഇമോട്ടല്ല. ഇമോട്ട് നമുക്ക് വേണ്ട. ഇമോട്ട് ഇടാൻ പറ്റുമോ അതിനകത്ത്? എടുത്ത് കള. ഇഞ്ചി കൊടുക്കണ +2 കൊടുക്കണ പൊട്ട. ഓർഡർ എൻ്റെ എടുത്ത് കള. ഇതെങ്ങനെ കളയാണ്? അത്രേ ഉള്ളൂ. അതെന്തേലും ഓ ചാടിക്കാർ. സൂപ്പർ. അവനെന്തേ 2 പോയി. ഓർഡറാ ലൈഫ് പറയുമ്പോൾ നമുക്ക് പോവാം. അല്ല എന്നാൽ ഞാൻ ചാവൂലേ, വേണ്ട. എടാ അത് ഇവിടെ ചെയ്യാ. എനിക്കറിയാം, ചുമ്മാ ജസ്റ്റ് ഫോർ എ ഫൺ. ഇതെന്താ അതിങ്ങനെ കത്ത്? കുഴപ്പമില്ല, ഇവിടെ തന്നെയല്ല പറഞ്ഞ. പക്ഷെ എല്ലാം പോയി. നമുക്ക് കടലിൽ പോയി ഇടുക. എന്തരടേ ഇതിപ്പോൾ എവിടെ സ്പോണായ? ഇതിപ്പോൾ എവിടെ നീ ആദ്യം വന്ന സ്ഥലം? സൂപ്പർ. എടാ ഞാൻ ബെഡ് സെറ്റ് റീസ്പോൺ പോയിന്റ് അവിടെയല്ലേ വച്ചേ. സൂപ്പർ ഗൈസ്, നമ്മളെ വീണ്ടും പണി മോളി. മനസ്സിലായി. നീ ഇപ്പം മലയുടെ വണ്ടിയിലാണ്. നീ അതിൻ്റെ വണ്ടിയിലോട്ട് പോകും. ചത്തറ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്. അമ്മച്ചി നമ്മൾ പെട്ട്. അപ്പോൾ ശരി വോയിസ്, നമ്മൾ ചത്തിട്ട് വരാം.